ഗുഡ് മോർണിംഗ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇതാ എണീറ്റു, കുളിച്ചു, റെഡിയായി, സാധനങ്ങളൊക്കെ ഇതാ പാക്ക് ചെയ്തു. ഇനിയിപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അതുകൂടെ കഴിച്ചിട്ട് വേണം നമുക്ക് ഇറങ്ങാനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ചെറിയൊരു ഗാർഡൻ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ, ഞാൻ അത് കാണിച്ചു തരാം. ഇത് കണ്ടോ, അങ്ങ് ദൂരെ നമുക്കിത് മലയൊക്കെ കാണാം. താഴെ ഏലക്കൃഷിയുണ്ട്. ഇതവിടെ ഒരു കുഴി എടുത്തിട്ടുണ്ട് ചെറിയ മൂടാൻ. നമുക്ക് ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടെ റോഡ് പോകുന്ന കാണാം കേട്ടോ. നമ്മൾ അതുവഴിയൊക്കെ കറങ്ങിയാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ അത് അവിടെ പ്ലാവ്, അങ്ങനത്തെ എല്ലാ സസ്യജാലങ്ങൾക്കും എല്ലാം കൂടെ ഇറങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം. കൃഷി ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ സ്റ്റേ ചെയ്താൽ നല്ലതായിരിക്കും. തണുപ്പ് ഉണ്ട്, എന്നാലും വലിയ തണുപ്പൊന്നുമില്ല. മാനേജ് ചെയ്യാൻ പറ്റുമോ? അതാ പറഞ്ഞില്ലെന്ന തണുപ്പ്. എനിക്ക് ഏത് തണുപ്പാണ് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്? അവിടെ മൂന്നാറിന്റെ റിസോർട്ടുകളൊക്കെ കാണാം. വലിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. ഇവിടെ കോംപ്ലിമെന്ററി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു. ഇവൻ എപ്പോഴും ഈ വേഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. ആധുനിക മനുഷ്യനാണ് ഇവൻ. ഇവന് ഡ്രസ് ഇടുന്നത് ഇഷ്ടമല്ല. സമയം 9:45. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാൻ പോവാണ്. കുറച്ചു നേരം കൂടെ കിടന്നുറങ്ങി. ഇത് അത്യാവശ്യം ബഡ്ജറ്റായിട്ട് നിൽക്കാൻ താല്പര്യമുള്ളവർക്കുള്ള ഒരു ടൈപ്പ് സ്റ്റേ ആണ് കേട്ടോ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഹാഷ് പോഷ് ഒന്നുമില്ല. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതിവിടെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെ ആയിരുന്നു. വണ്ടി ഇവിടെയായിരുന്നു പാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ബാഗൊക്കെ വെച്ചിട്ട് കാണാം. ഇത് കണ്ടോ, നമ്മൾ നിൽക്കുന്ന പ്രോപ്പർട്ടിയിൽ ഫുള്ളും പച്ചപ്പാണ് കേട്ടോ. എല്ലാ തരം ചെടികളും ഉണ്ട്. പ്ലാവ്, മാവ്, കവുങ്ങ്. ആ സൈഡിലൊരു പൂളും ഉണ്ട്. ചെറിയ ആ പൂള് കണ്ടിട്ട് വരാം. ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു നാടാനായിട്ട്. അതിൻ്റെ അകത്ത് ചെറിയ ഗോൾഡ് ഫിഷ് ഒക്കെ ഉണ്ട് കേട്ടോ. എടാ മുകളിൽ നോക്കണം, മാങ്ങ നോക്കടാ. മറ്റേ വിളക്ക് പോലത്തെ സംഭവം, കൽവിളക്ക്. അവിടെ ജാതിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേ വന്നത്. കൊള്ളാമല്ലേ, നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ബേസിക് ആയിട്ടുള്ള ആ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ റൂമിൽ. എവിടെ ചെന്നാലും പൂ പറിക്കും, എന്നിട്ടത് വഴിക്ക് കളയും. നമ്മളങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഈ സ്റ്റേയുടെ പേര് വരുന്നത് ഈസ്റ്റ് വെസ്റ്റ് ഹോം സ്റ്റേ. ഈ ചേട്ടനാണ് ഇവിടുത്തെ കെയർ ടേക്കറും കാര്യങ്ങളൊക്കെ. നമ്മൾ ഇന്നലെ രാത്രി വന്നപ്പം പുള്ളിയാണ് നമ്മുടെ ടേക്ക് കെയർ ചെയ്തത്. ചേട്ടാ പോയിട്ട് വരാം. നമ്മൾ ലിറ്ററലി കാടിൻ്റെ ഇടയിലാണ് ഇന്നലെ താമസിച്ചത്. നമുക്കിനി തിരിച്ച് യൂട്ടേൺ അടിച്ചാണ് തിരിച്ച് ദേവികുളം പോകാനുള്ള. നമ്മുടെ റൂമിൽ നിന്ന് കണ്ട മലനിരകളാണ് കേട്ടോ കാണുന്നത്. നമ്മൾ ഇറങ്ങിയ സമയത്ത് വലിയ വെയിലും കാര്യങ്ങളൊന്നുമില്ല. ചെറിയ രീതിക്ക് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ആ മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞിട്ട് ഒരു എളുപ്പ വഴി കാണിച്ചു കേട്ടോ. ആ വഴിയാണ് ഇപ്പോൾ കയറി പോകുന്നത്. ഇതുവഴി നമുക്ക് മൂന്നാർ ചെന്ന് ചാടാൻ പറ്റും. മറ്റേതാകുമ്പം ആ ഒരു തിരക്കൊക്കെ നമുക്ക് ഒഴിവാക്കി ഇതുവഴി സമാധാനത്തോടെ പോകാം. ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ ഗൂഗിൾ മാപ്പിനെ ഞങ്ങൾ ഡിവോഴ്സ് ചെയ്തു. വഴി ചോദിച്ചാണ് പോകുന്നത് കേട്ടോ. ഏതാകുമ്പം ആ പെണ്ണുമുള്ള വഴി തെറ്റിക്കും, ഇന്നലത്തെ പോലെ ആവും. നമ്മൾ മുകളിലോട്ട് വരുമ്പോഴൊക്കെ ഇവിടെ നമുക്ക് ഓരോ ടൈപ്പ് സ്റ്റേയും റിസോർട്ടും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. കിട്ടില്ല ഭംഗി കേട്ടോ, ഒരു രക്ഷയില്ല. നമുക്ക് ആ കാടിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ഇതുപോലത്തെ ഉള്ള യാത്രകളിലൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. മഴയൊക്കെ പെയ്ത് അത്യാവശ്യം എല്ലാ ചെടികളും നന്നായിട്ട് വളരുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു പച്ചപ്പ് വേറെ ഉണ്ട്. നല്ല കടും പച്ച, ഇളം പച്ച, അങ്ങനെ പച്ചകളുടെ ഒരു വെറൈറ്റി നമുക്ക് ഇവിടെ നിന്നെല്ലാം കാണാൻ കഴിയും. കയറി വരുമ്പോൾ വ്യൂ നോക്ക്, എൻ്റെ മോനെ. താഴെ നിന്ന് കണ്ട മലമുകളിലോട്ടാണ് കേട്ടോ നമ്മൾ കയറി വന്നേ. ഇതേ കോടയൊക്കെ കയറി കിടക്കുന്നുണ്ടോ? നിങ്ങളിത് കാണുന്നുണ്ടോ? ഇത് ഭംഗിയെന്ന് നോക്ക്. താഴെ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കനാല് പോലെ ഒരു സംഭവം കണ്ടോ, വെള്ളമൊക്കെ ഒഴുകി വരുന്നുണ്ട് അതുവഴി. എന്ത് ഭംഗിയാണല്ലേ പ്രകൃതിയുടെ ഓരോ കലാവിരുതുകൾ. ഒരു രക്ഷയില്ല കേട്ടോ. ഇതേ മുകളിലൊക്കെ കോട മൂടി കിടക്കുന്നു. ഇവിടുത്തെ വീടൊക്കെ കണ്ടോ, ഒരു പ്രത്യേകതരം വീട്, നല്ല കളറും. മൂന്നാർ നമ്മൾ സ്ഥിരം കാണുന്ന മൂന്നാർ സ്റ്റഫുകളൊന്നും അല്ല ഇത്. ഇതെന്ന് പറയുന്നത് മൂന്നാറിൻ്റെ വേറൊരു സൈഡാണ്. നമ്മൾ സ്ഥിരം വരുമ്പോൾ മൂന്നാർ, വട്ടവട ആ ഒരു ഭാഗമൊക്കെ അല്ലേ കവർ ചെയ്തിട്ട് പോകാറുള്ളൂ. നമ്മൾ കുറച്ച് ഉള്ളിലോട്ടൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമുക്കൊരു 2-3 ദിവസം നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട്.
ഏത് കണ്ടോ ഇവിടുത്തെ അവരുടെ ചെറിയൊരു അമ്പലമാണ് കേട്ടോ അത്. അധികം വണ്ടികളൊന്നും ഇല്ല കേട്ടോ ഈ വഴി. നമ്മളെ പോലുള്ള കുറച്ച് പേരും അതുപോലെ പിന്നെ ഇവിടെ സ്റ്റേ എടുക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഇതുവഴി പോകുന്നുള്ളൂ. ദേ കോട കയറി വരുന്ന കണ്ടോ. ആഹാ, നമുക്കിവിടെ വന്നിട്ട് കോട കിട്ടിയില്ലെന്ന് ഭയങ്കര പരാതിയായിരുന്നു. ഇപ്പം അത് മാറി. നോക്ക്, ഓ സീൻ 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 ഭംഗി നോക്ക് ഗൈസ്. ആ മുകളിലൊക്കെ നല്ല രീതിക്കുണ്ടോ കേട്ടോ കോട. നല്ല തണുപ്പായി, കൈയൊക്കെ മരവിച്ചു തുടങ്ങി എൻ്റെ. നമ്മളങ്ങനെ ഏതൊരു ടൗണിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ആ വണ്ടികളുടെ തിരക്കും എല്ലാം കൂടി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടോ ആ തേയിലത്തോട്ടം ഫുള്ളും കോടയിൽ മുങ്ങി കിടക്കുകയാണ്. ആ മുകളിലോട്ട് നോക്ക് എൻ്റെ മോനെ. താഴെ ഫുള്ള് കോട മൂടി കേട്ടോ, ഒന്നും കാണാൻ പറ്റാത്തത്ര കോടയായി. ഒരു വ്യൂ പോയിൻ്റാണ്, എല്ലാവരും അവിടെ നേരത്തെ നിൽപ്പുണ്ട്. നമ്മൾ പിന്നെ പൊതുവേ ഈ വ്യൂ പോയിൻ്റുകളിൽ ആൾക്കാർ കൂടിയ സ്ഥലത്ത് നിന്ന് നമ്മളങ്ങനെ ഇറങ്ങാറില്ല. നമ്മൾ ആ വഴിക്കുള്ള ഭംഗി ആസ്വദിച്ച് പോകാറാണ് പതിവ്. നമുക്കിവിടെയും അത് തന്നെ ചെയ്യാം. ഉണ്ടോ കോട കയറി വരുന്ന കണ്ടോ. നമുക്ക് എത്ര കണ്ടാലും മതിയാവാത്ത ഒരു കാര്യമാണ് ഈ കോട കയറുന്നത്. നമ്മളിപ്പോൾ ദൂരെ നിന്ന് കണ്ട ആ മലയില്ലേ, അതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഇതുവഴി വരണമെന്നൊന്നും വിചാരിച്ചല്ല കേട്ടോ. മൂന്നാറിലേക്ക് അവിടെ ചോദിച്ചപ്പോൾ മൂന്നാറിലേക്ക് ഇതുവഴി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ട് കയറിയതാണ്, അല്ലാതെ ഞങ്ങൾ പ്രീ പ്ലാൻഡ് ഒന്നും ചെയ്ത് വന്ന വഴിയല്ല ഇത്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞ ആ ഒരു സർപ്രൈസുകളൊക്കെ കിട്ടുന്നത്. നമുക്ക് പോകേണ്ട റൂട്ടാണെന്ന് തോന്നുന്നു. നമ്മൾ കറങ്ങി അവിടെ ഒരു പാലമുണ്ട്, ആ പാലം കയറി ഇതുവഴിയാണ് നമ്മൾ പോകുന്നത് താഴോട്ട്. എൻ്റെ മോനെ ഇത് ഭംഗി നോക്ക്. ആ ഭാഗത്ത് മേഘം എന്താ താഴോട്ട് ഇറങ്ങി നിൽക്കുന്നത് കണ്ടോ. നന്ദി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത്. നമ്മൾ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിൽ നിന്നും അങ്ങനെ ഇവിടെ വാങ്ങുകയാണ്. ഒരു രക്ഷയില്ലല്ലേ. ഇതാണ് മൂന്നാർ. നമുക്ക് എത്ര വന്നാലും മടുക്കത്തില്ല. എത്ര തന്നെ സ്ഥലം കണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് മടുക്കില്ല. കാരണം ഓരോ ട്രിപ്പിലും ഓരോരോ സർപ്രൈസുകളാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. നമുക്കിനി ഈ പാലം കയറിയിട്ട് വലത്തോട്ട് പോകണം, അങ്ങോട്ടാണ് മൂന്നാർ. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മൂന്നാറിലേക്കുള്ള റോഡിലോട്ട് വന്ന് കയറി. നമ്മൾ കഴിഞ്ഞ മൂന്നാർ വീഡിയോയിലൊക്കെ വന്നപ്പോൾ എല്ലായിടത്തും പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബ്ലോക്കും ബഹളമൊക്കെ ആയിരുന്നു. ഇപ്പോൾ അത്ര വലിയ കുഴപ്പമില്ല. നമ്മളങ്ങനെ മൂന്നാർ ടൗൺ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി പോകുന്നതിന് മുമ്പ് പെട്രോളും കൂടെ അടിച്ചിട്ട് പോവാം. അതാകുമ്പം ആ ഒരു ടെൻഷൻ നമുക്ക് മാറി കിട്ടും. നമ്മളങ്ങനെ പെട്രോളൊക്കെ അടിച്ചിട്ട് ഇറങ്ങി 650 രൂപയ്ക്ക് അടിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും ഫുൾ ടാങ്കായി. മൂന്നാർ ടൗൺ എത്തുന്തോറും വെയിലിൻ്റെ കാഠിന്യം കൂടി വരുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇന്നലെ വന്ന വഴി. ആ ലക്ഷ്മി എസ്റ്റേറ്റ് ഇല്ലേ, ദൂരെയുള്ള ആ കാഴ്ച നോക്കും, മേഘമൊക്കെ മൂടി കിടക്കുന്നത്. നമ്മുടെ ഇടത്തോട്ട് പോകുന്നതാണ് മൂന്നാർ ടൗൺ. ഇത് നമ്മുടെ തേനി കുമളി റൂട്ടാണ്. ഇതുവഴിയാണ് നമ്മൾ ഗ്യാപ്പ് റോഡിന് പോകുന്നത്. നമ്മുടെ ബൈക്കേഴ്സിൻ്റെയൊക്കെ ഒരു പാരഡൈസ് തന്നെയല്ലേ ഇത്. എത്ര വന്നാലും മതിയാവാത്തൊരു സ്ഥലം, അതും പ്രത്യേകിച്ച് ഈ ഗ്യാപ്പ് റോഡൊക്കെ. ഓരോ കർവും ഓരോ ബെൻഡും ഓരോ വളവ് തിരിയുമ്പോഴും ഓരോരോ കാഴ്ചകൾ. ഇവിടെ സിനിമാറ്റിക് ഡ്രോൺ ഷോട്ട്സ് ഒക്കെ അവൈലബിൾ ആണെന്നുള്ള ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെയൊക്കെ ഡ്രോൺ ഷോട്ടൊക്കെ എടുത്ത് വരുമായിരിക്കും. വാട്ട് എ വ്യൂ മാൻ. നോക്കി ആ ഒരു വ്യൂ ഉണ്ടോ. ആ മേഘങ്ങളൊക്കെ എൻ്റെ ഇടയിലോട്ട് വന്ന് നിൽക്കുന്നത് കണ്ടോ. എൻ്റെ മോനെ നോക്കി എന്ത് ഭംഗിയായിട്ട് ആ മേഘങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നതെന്ന്. അത് കണ്ടോ, ആ ഒരു സർക്കിളിൽ മാത്രം പൈൻ മരങ്ങളാണെന്ന് തോന്നുന്നു വളർന്നു നിൽക്കുന്നത് കണ്ടോ. ഞങ്ങൾ
ഞങ്ങളങ്ങനെ മാഗിയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. നല്ല മാഗി ആയിരുന്നു. ഒരു മാഗിക്ക് 80 രൂപ. മാഗി കഴിക്കുന്നെങ്കിൽ ആ തണുപ്പത്തിരുന്ന് കഴിക്കുമ്പോഴേ ആ ഒരു ഫീൽ കിട്ടും. ഇവിടെ വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു, പക്ഷേ മാഗി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ മൂന്നാർ കയറുന്നതിന് മുമ്പുള്ള ടോൾ പ്ലാസയാണിത്. അന്ന് ഇന്ന് നമുക്ക് ബൈക്കേഴ്സിന് ഉള്ള ആകെയുള്ള ഒരു ആനുകൂല്യം ഇതാണ്, ടോള് കൊടുക്കണ്ട. വേറെ മല നോക്ക്, കണ്ടോ മേഘം ഇങ്ങനെ പോകുന്ന കണ്ടോ. ആഹാ, ഇതേ അവിടെ റെയിൽ ചിത്രീകരണമാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്നുള്ള ഭംഗിയുണ്ടോ എൻ്റെ മോനെ, കിട്ടില്ല വൈബുള്ള സ്ഥലം. ഇവിടെയാണെന്ന് തോന്നുന്നു മെയിൻ വ്യൂ പോയിന്റ് വരുന്നത്. അതാണ് ഇത്രയും തിരക്ക്. ഇഷ്ടം പോലെ കടകളും ഉണ്ട്. നമ്മൾക്ക് കുറച്ച് നേരം ഇവിടെ നിൽക്കുവാണെങ്കിൽ കോടയൊക്കെ നന്നായിട്ട് ഇറങ്ങുന്നത് കാണാൻ പറ്റും കേട്ടോ. മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പാറപ്പുറത്തുനിന്ന് വെള്ളമൊക്കെ വന്ന് വീഴുന്ന വിഷ്വലൊക്കെ എടുക്കായിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ കട ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്നാണ് മാഗി കഴിച്ചത്. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ. എടാ കോട ഇറങ്ങുന്നുണ്ട് കേട്ടോ. ആ റോഡ് കണ്ടോ, ആ റോഡൊക്കെ ഇങ്ങനെ കയറിയാണ് നമ്മൾ ഇവിടെ എത്തിയത് കേട്ടോ. കോട ഇറങ്ങിയത് കണ്ടോ, അത്രയും ആ ഭാഗം ഫുള്ള് ഇപ്പം മൂടും തുടങ്ങും. ഇങ്ങോട്ടൊക്കെ വരുന്നേ ഉള്ളൂ. നമുക്ക് നിൽക്കണം എന്നുണ്ട്, പക്ഷേ സമയം നമുക്ക് അതിനൊരു ഭീഷണിയാണ്. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് കോട കയറുന്നുണ്ട് കണ്ടോ. താഴെ ഫുൾ കോട മൂടി കിടക്കുകയാണ്. ആ പാറപ്പുറത്തൊക്കെ ആൾക്കാർ വലിഞ്ഞു കയറിയിരിക്കുന്നുണ്ടോ. എന്തേലും ഒന്ന് സ്ലിപ്പായ പിള്ളേരാണ് കേട്ടോ. ഇത് ബോധവും പൊക്കണോ ഇല്ലാത്ത കുറേ എണ്ണം. ഇവിടെ വരുന്നതിൽ ഏറ്റവും അലമ്പ് പരിപാടി എന്താണെന്ന് അറിയാമോ? ആ, വലിയ സ്പീക്കറിൽ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിച്ച് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലേസ് വരുമ്പോൾ ഈ പാട്ടിട്ട് അലമ്പാക്കുന്നവന്മാരാണ് ഏറ്റവും വൃത്തിയിട്ടവന്മാർ. ഒക്കെ കേൾക്കണമെങ്കിൽ അവർക്ക് ചെറിയ വോളിയത്തിൽ ഇട്ട് കേട്ടാൽ പോരെ, ബാക്കിയുള്ളവരെ കേൾപ്പിക്കണം എന്തിനാ. നമുക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുന്നൊക്കെ ഓരോരോ വെള്ളച്ചാട്ടങ്ങൾ കാണാമായിരുന്നു. താഴെ ഒരു ചെറിയ ഗ്രൗണ്ട് പോലെ സംഭവമുണ്ട്. കാറൊക്കെ കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കാം. ദൂരത്ത് നമുക്ക് പാടങ്ങളൊക്കെ കാണാം കണ്ടോ. നോക്കത്താ ദൂരത്ത് ഇങ്ങനെ പടർന്ന് കിടക്കുന്ന ആ ഒരു കാടും മലയും അടിപൊളി ഇവിടുന്ന് കാണാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട വണ്ടിയാണ് അതാ പോകുന്നത്. എന്ത് രസമാണ് ഇവന്മാർക്ക് ഇത് ഇവിടെ കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബാക്കിയുള്ളവർക്കൊരു ന്യൂസൻസ് ആയിട്ട്. സോ നമ്മുടെ കൊളുക്കുമല കേട്ടിട്ടുണ്ടോ? കൊളുക്കുമല പോകുന്നത് ഇവിടുന്ന് ഈ ഇടത്തോട്ടുള്ള റോഡ് കയറിയിട്ടാണ്. നമുക്ക് വണ്ടിയും കൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ല, ജീപ്പിൽ തന്നെ പോകേണ്ടി വരും. അതിന് ഇത്ര പാക്കേജൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ചെന്ന് സ്റ്റേ ചെയ്ത് വെളുപ്പിനെ ട്രക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം. അതായത് ജീപ്പിൽ പോയിട്ട് അവിടുന്ന് കുറച്ച് ട്രക്ക് ചെയ്ത് മുകളിൽ പോകുമ്പോൾ നമുക്ക് മറ്റേ ക്ലൗഡ് ബെഡൊക്കെ കാണാൻ പറ്റും. കിട്ടില്ല ഒരു സൺറൈസും കാണാൻ പറ്റും. ഒരു രക്ഷയില്ലാത്ത തരമുള്ള വ്യൂ ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ കൊളുക്കുമല റൂട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് മറ്റേ നമ്മുടെ അരിക്കൊമ്പനെയൊക്കെ പിടിച്ചോണ്ട് പോയില്ലേ, ആ ഒരു സ്ഥലമൊക്കെ പോയി കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആഹാ, നല്ല കേട്ടില്ല ഒരു കാറ്. എന്താ ഭംഗിയെന്ന് കണ്ടോ. അയ്യോ എൻ്റെ പൊന്നോ, എത്ര പണിക്കാർ ചേർന്ന് പണിയെടുത്തിട്ടായിരിക്കും ഇതൊക്കെ ഇങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമുക്ക് പോകേണ്ട വഴിയാണ് അതോ കാണുന്നത്. സോ ഗൈസ്, ഇതാണ് പെരിയ കനാൽ എന്ന് പറയുന്നത്. നമുക്ക് ദൂരെ ഒരു റിസർവോയർ പോലത്തെ ആ ഒരു സംഭവം കാണാൻ കഴിയുന്നുണ്ടോ? നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ചെറിയ ഡാമൊക്കെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ അവിടെ ഇറങ്ങിയതാണ്. ഡാമിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അതിൻ്റെ ആ റിസർവോയറാണ് ആ കാണുന്നത്. അവിടെ മറ്റേ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പോകുന്ന വഴിക്ക് അതിൻ്റെ ഇതുണ്ട്, എൻട്രി പോയിൻ്റ് ഉണ്ട്. ഞാൻ അവിടെ നിർത്തി ഞാൻ എൻ്റെ പേര് പറഞ്ഞുതരാം. ആ വഴി കിടക്കുന്നുണ്ടോ, എന്ത് കിടിലമായിട്ടാണെന്ന്. 6 ആയിട്ട് കിടക്കുകയാണ്. വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കാതെ ഈ വളമൊക്കെ ഇങ്ങനെ വെട്ടി തിരിച്ച് കിടത്തിയൊക്കെ ഓരോ ഗിയറായി മാറിയും അപ്പ് ചെയ്തും ഡൗൺ ചെയ്തും ഇങ്ങനെ ഒന്നും അറിയാതെ പോകുമ്പോൾ എന്ത് രസമെന്നറിയാം. ഒരാൾ സൈക്കിൾ ചവിട്ടി പോകുന്നുണ്ടോ, ഇച്ചിരി പ്രായമുള്ള ആളാണ് കേട്ടോ. എത്ര കണ്ടാലും നമുക്ക് മതിയാവാത്ത കുറേ മലനിരകളും തേയിലത്തോട്ടങ്ങളും അതിൻ്റെ ഇടയിൽ വളർന്നു നിൽക്കുന്ന മരങ്ങളും ഇവിടുത്തെ ഈ കാലാവസ്ഥയും ഇതൊരു അന്യായ കോമ്പിനേഷനാണ്.
അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഇങ്ങോട്ടൊരു വഴി കണ്ടു. ഇങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഒരു തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെയുള്ള റോഡാണ് കേട്ടോ. കൊള്ളാല്ലേ, കുഴപ്പമില്ലാത്ത ഇതുപോലത്തെ ചെറിയ ചെറിയ ഓഫ് റോഡൊക്കെ ഇവനെ കൊണ്ട് പോകുന്നതിന് ഒരു കുഴപ്പമില്ല അവിടെ. ഓ, ഇവിടുന്ന് റോഡ് 3ആയിട്ട് തിരിയുന്നുണ്ട് കേട്ടോ. 3 പേർക്ക് 3 റോഡിൽ കൂടെ പോവാം. ഒരു വ്യൂ കണ്ടുപിടിക്കാൻ പെടുന്ന പാടേ. അയ്യോ, ഈ പായൽ പിടിച്ച റോഡാണ് കേട്ടോ. ടയറൊക്കെ ചിലപ്പോൾ സ്കിഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്ക് പോകേണ്ട റോഡ് അപ്പുറത്ത്. എടാ, ഈ സൈഡിൽ കൂടെ പോയാൽ അവിടെ ഇറങ്ങാൻ പറ്റുമോ? നമ്മളങ്ങനെ ആദ്യം പോയ വഴി തിരിച്ചിറങ്ങി. ഇനിയിപ്പോൾ രണ്ടാമത്തെ വഴിയിലോട്ട് പോവാണ്. വഴികളുള്ളതുകൊണ്ട് ഏത് വഴി പോയാൽ എവിടെ എത്തുമെന്നൊരു പിടിയിലായിരുന്നു. എന്തായാലും 2 വഴി പോയപ്പോഴും അത് രണ്ടുമല്ല. ഇനിയിപ്പോൾ ഇതാവാനേ ചാൻസ് ഉള്ളൂ. ഇത് അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു കയറി വരേണ്ടി വരും. മോളിൽ നിന്ന് കണ്ട ഡാമിൻ്റെ അടുത്തോട്ട് പോകുന്നവർ കുഴപ്പമില്ല, ഇതുവഴി പോവാം. വാ, ഓഫ് റോഡ് വന്നിട്ട് വഴി മോശമാണെന്ന് ചെറുക്കൻ്റെ കാര്യം. ശ്രീഹരിക്ക് ഭയങ്കര പേടിയാണ് ഇതുപോലത്തെ റോഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ. അവനവിടെ നിൽക്കുകയാണ്. ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് മനക്കട്ടി അതുപോലെ കുറച്ച് സ്കില്ലും ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു വണ്ടിയും കൊണ്ടും ഇതുവഴി പോവാം. അടിയിടിക്കും എന്നുള്ളൊരു കൺസേൺ മാത്രമേ ഉള്ളൂ. എന്തൊരു സൗണ്ട് കേൾക്കുന്നത്? അയ്യേ, ഒരു മരക്കൊമ്പ് കയറി ഇരുന്നതിൻ്റെ സൗണ്ടാണ് ഇപ്പം നിങ്ങൾ കേട്ടത്. ഇതുവഴിയൊക്കെ ഇതേ വണ്ടി പോയതിൻ്റെ ആ ട്രാക്ക് കണ്ടോ? മണ്ണൊക്കെ തെറിച്ച് കിടക്കുകയാണ്. എങ്ങോട്ടാടാ? ഇതുവഴി കയറി നമ്മൾ ചുറ്റിക്കറങ്ങി വന്നല്ലേ. എങ്കിൽ വാ പോവാം. ഇവിടെ ഒരു എലിഫന്റ് അബൌട്ട് ബോട്ടിംഗ് സെന്റർ ഒക്കെ ഉണ്ട്. ആനയിറങ്കാൽ എന്നാണ് സ്ഥലത്തിന്റെ പേര്. ഇതോട്ട് പോയാൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ കണ്ട റിസർവോയർ ഇല്ലേ, അവിടെ ബോട്ടിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഡാമുണ്ട്, ആനയിറങ്കാൽ ഡാം. ആ ഡാം ഇതാ പോകുന്നത് ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ടാണ്. ആ വാഗണർ കിടക്കുന്നുണ്ടോ, ഇതുവഴിയാണ് ആ ഡാമിലോട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ട്രിപ്പിൽ ഇവിടെയൊക്കെ പോയി കവർ ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങോട്ട് പോകാത്തത്. അവിടെ ഒരു ഡാമും ആ ഡാമിൽ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ അതൊക്കെയുണ്ട്. ടെൻഷനും കാര്യങ്ങളൊക്കെ മാറി മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആയിട്ടാണ് നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. നമുക്ക് പറ്റിയ മാസത്തിൽ ഒരു റൈഡെങ്കിലും വരണം കേട്ടോ, എങ്കിലേ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവുള്ളൂ. കുമളി ഉടുമ്പൻചോല റൂട്ടാണ് കേട്ടോ ഇത്. നമ്മളിപ്പോൾ പോകുന്ന വഴിക്കാണ് ചതുരംഗപ്പാറയൊക്കെ വരുന്നത്. നമ്മൾ അവിടെയൊന്നും കയറുന്നില്ല. ഇതിനു മുമ്പ് നമ്മൾ അവിടെയൊക്കെ പോയി വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ നേരെ ഇപ്പോൾ വേറൊന്നും കാണാനില്ലാത്തതുകൊണ്ടും നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. 150 കിലോമീറ്ററോളം ഉണ്ട് തിരുവനന്തപുരം. നമ്മളൊരു ചെറിയ പാലം ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് വലിയ പാലം പണിയുന്നുമുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് ശാന്തൻപാറ. ഗായ്സ്, നമ്മളങ്ങനെ ഓടി കട്ടപ്പന റൂട്ടിൽ വന്ന് കയറിയിരിക്കുകയാണ്. ഇവിടെ മൂത്രം ഒഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അധികം തിരക്കും വേളമൊന്നുമില്ല. ഇപ്പോൾ നമുക്കൊരു 25 കിലോമീറ്റർ ഉണ്ട് കട്ടപ്പനയ്ക്ക്. ഏകദേശം ഒരു 7-7:30 ആകുമ്പോൾ ഇവിടെ എത്തുമെന്നാണ് ഗൂഗിൾ മാപ്പ് കാണിച്ചത്. ഗായ്സ്, അങ്ങനെ നമ്മൾ ഓടി കട്ടപ്പന എത്തിയിരിക്കുകയാണ് കേട്ടോ. കട്ടപ്പന ടൗണിൽ കയറാതെ പോകുന്ന ഏതോ ഒരു ബൈപ്പാസാണ്. സമയം ഇപ്പോൾ 2:50 അപ്പോൾ മഴക്കാറുണ്ട്, അതാണ് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോകുമ്പോൾ മഴ കിട്ടുകയില്ലെന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും ഇപ്പോഴത്തെ ക്ലൈമറ്റ് അടിപൊളിയാണ് കേട്ടോ. വെയിലൊന്നും ഇല്ല, നല്ല തണുത്ത കാറ്റ് കൊണ്ട് ഇങ്ങനെ പോവാം. സമയം അങ്ങനെ 3:17 3:15 കഴിഞ്ഞു. മഴ ചെറുതായിട്ട് ചാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഹോട്ടൽ ഹൈലാൻഡ്. 2 പേർക്കുള്ള ഊണാണ്. ഷെയർ ചെയ്താലോ?
നമ്മളിപ്പോൾ കയറിയ ഹോട്ടൽ ഊണ് തീർന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നേരെ പോവാണ്. ഏലപ്പാറ ആ ഭാഗത്ത് എത്തുമ്പം നമുക്ക് ഫുഡ് കഴിക്കാം. അവിടെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിക്കവാറും നമ്മൾ ഏലപ്പാറയൊക്കെ എത്തുമ്പോഴത്തേക്ക് മഴ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. മോളിൽ ആ റോഡ് കണ്ടോ, നമ്മളിപ്പോൾ കറങ്ങി അതുവഴിയാണ് കയറി പോകുന്നത്. ഗൈസ്, മഴ കൂടി തുടങ്ങിയിരിക്കുകയാണ്. ആഹാ, അപ്പോൾ റെയിൻകോട്ടൊന്നും ഇട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് ഏലപ്പാറ നിർത്തുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വീണ്ടും ഊരേണ്ടി വരും. അതുകൊണ്ട് കഴിച്ച് കഴിഞ്ഞിട്ട് റെയിൻകോട്ട് എടുത്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നാൽ അങ്ങനെ ചെയ്യാം. ഗൈസ്, മഴ കനത്തു. അങ്ങനെ ഞങ്ങൾ റെയിൻകോട്ടൊക്കെ എടുത്തിട്ടു. ഇടിയും കാര്യങ്ങളൊക്കെ വെട്ടുന്നുണ്ട്. അങ്ങനെ ഈ ട്രിപ്പിൽ മഴയായി, മഞ്ഞായി, വെയിലായി, എല്ലാം ആയി. എല്ലാ ക്ലൈമറ്റും നമ്മൾ ഈ ഒരു ട്രിപ്പോടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. തണുപ്പും മഴയും കൂടെ വരുമ്പോൾ വേറൊരു ഫീലാണ് കേട്ടോ. നമ്മളങ്ങനെ ഏലപ്പാറ എത്തിയിരിക്കുകയാണ് കേട്ടോ. വലത്തോട്ട് കിടക്കുന്ന റോഡാണ് വാഗമൺ. നമ്മൾ സ്ഥിരം ഇവിടെയൊക്കെ വരുമ്പോൾ റൂം എടുക്കുന്നത് ഇവിടെയാണ്. അതിൽ ഷൺമുഖ ഹോട്ടൽസ് എന്നും പറഞ്ഞൊരു ഹോട്ടലുണ്ട്. കാണിച്ചു തരാം. അത്യാവശ്യം അഫോർഡബിൾ ഇതാണ് കേട്ടോ, ഷൺമുഖ ലോഡ്ജ്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വണ്ടിയും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യമുണ്ട്. മഴയും കോടയും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ മരമുകളിലൊക്കെ കാണാനായിട്ട്. ആ തേയിലയൊക്കെ നല്ല കോൺട്രാസ്റ്റിൽ കാണാൻ പറ്റും. ആ ഒരു പച്ചയുടെ എടുപ്പ്. സോ ഗൈസ്, അങ്ങനെ നമ്മളിതാ കുട്ടിക്കാനം എത്തി. ഭയങ്കര തിരക്കാണ്. ഹോട്ടലൊക്കെ കണ്ടോ, നിറഞ്ഞ ആൾക്കാരാണ്. വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇങ്ങോട്ട് മഴയൊന്നുമില്ല കേട്ടോ, ചെറിയ ഒരു ചാറ്റലേ ഉള്ളൂ. നമ്മുടെ വളഞ്ഞെങ്ങാനം എല്ലാ രീതിക്ക് വെള്ളമുണ്ട്. പിന്നെ തിരക്കാണോ ഇവിടെ. കോട കയറി കിടക്കുന്ന കണ്ടോ. അയ്യോ, ആഹാ, എന്താ ഭംഗി നോക്ക്. നമ്മുടെ വലത് സൈഡ് കണ്ടോ, എന്ത് ഭംഗിയാണെന്ന് കണ്ടോ. ആ മേഘമൊക്കെ എല്ലാം കൂടെ വന്ന് നമ്മൾ ഏകദേശം താഴെ എത്താറായി കേട്ടോ. പയ്യെ മഴയൊക്കെ മാറി ഇതേ ലൈറ്റൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. മഞ്ഞ വെളിച്ചം മുഖത്തേക്ക് അടിക്കുന്നു. ആഹാ, അന്തസ്. നമ്മളങ്ങനെ പുത്തൻചന്ത എന്ന് പറഞ്ഞ സ്ഥലം എത്തി കേട്ടോ. വീണ്ടും ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല. സമയം 4:20 ആയേ ഉള്ളൂ. സോ ഗൈസ്, അങ്ങനെ നമ്മളിതാ പ്ലാച്ചേരി എത്തി. ചായ കുടിച്ചു. സമയം 5:30 ആയി. ഇവിടെ ഇത്രയും നേരം കുറേ റൈഡർമാരുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടിയ വണ്ടികളായിരുന്നു. അവരെല്ലാം ചായ കുടിച്ചിട്ട് പോയി. പിന്നെ ഇവിടെ ചായ കുടിക്കാൻ വന്ന ഒരു ഹിന്ദിക്കാരുണ്ടായിരുന്നു കേട്ടോ. പുള്ളി വന്ന് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. നമ്മൾ ലഡാക്കിലൊക്കെ പോകണം, അടിപൊളിയാണ്, മറ്റേതാണ് മറിച്ചാണ്. പുള്ളിക്കൊരു എക്സ്പേർട്സ് ഉണ്ട്. പുള്ളി അതും കൊണ്ട് കഴിഞ്ഞ മാസം എന്തോ അവിടെ പോയിട്ട് വന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. വെൽക്കം ടു റാന്നി പോലീസ് ലിമിറ്റ്. അവിടെ സജിൻ്റെ വണ്ടിയിൽ പെട്രോൾ ഏകദേശം തീരാറായി. അവൻ അവിടെ മൂന്നാറിൽ നിന്ന് കുറച്ചേ അടിച്ചുള്ളൂ കേട്ടോ. കാരണം അവനും മറ്റേ XP95 മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂന്നാറിൽ XP95 ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നോർമൽ പെട്രോളാണ് കുറച്ച് പൈസയ്ക്ക് അടിച്ചത്. അത് ഇവിടെ എത്തിയപ്പോഴത്തേക്കും തീർന്നു. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു പമ്പിൽ കയറി അവന് പെട്രോൾ അടിക്കണം. എൻ്റെ കയ്യിൽ ഏകദേശം ഉണ്ട്. നമുക്ക് തീരാറാകുമ്പോഴത്തേക്കും അടിക്കാം. ഈ ഒരു പെട്രോളും കൊണ്ട് നമുക്ക് എന്തായാലും ട്രിവാൻഡ്രം എത്താൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ട്. നോക്കാം, അല്ലെങ്കിൽ നമുക്ക് അടിക്കാം. 7:30 ആകുമ്പോഴത്തേക്കും എനിക്ക് വീടെത്തണം. അതാണ് ഒരു ടാസ്ക്. ഇനി 2 മണിക്കൂറേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. 139 കിലോമീറ്റർ ഉണ്ട് കേട്ടോ വീട്ടിലോട്ട്. പതിവ് പോലെ ശ്രീഹരി കൊട്ടാരക്കര വരെ ഉള്ളൂ കേട്ടോ. അവൻ്റെ വീട്ടിലോട്ട് അത് പോവും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാനും സജിനും മാത്രമേ കാണുള്ളൂ. സോ ഗായ്സ്, അങ്ങനെ വീണ്ടും മഴ തുടങ്ങിയിരിക്കുകയാണ്. നമ്മളത് വീണ്ടും റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടു. ഇനിയിപ്പോൾ അടൂറിന് ഒരു 12 കിലോമീറ്ററും കൂടെ ഉള്ളൂ. സമയം 6 മണിയായി. അങ്ങനെ നമ്മൾ വിചാരിച്ചതിലും 1 മണിക്കൂർ ലേറ്റായി. 8:25 ആയപ്പോൾ ഇവിടെ എത്തി കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 3 മണിക്കൂർ കൊണ്ട് നമ്മളിവിടെ എത്തി കേട്ടോ. അപ്പോൾ ഇന്ന് ടോട്ടൽ 326 കിലോമീറ്ററാണ് നമ്മൾ ഓടി തീർത്തത്. ശ്രീഹരി കൊട്ടാരക്കരയ്ക്ക് പോയി. അതുപോലെ സജിൻ മറ്റേ പട്ടം ആ ഭാഗമൊക്കെ എത്തിയപ്പോഴത്തേക്കും അവനും തിരിഞ്ഞ് വീട്ടിലോട്ട് പോയി. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക. സോ ദിസ് ഇസ് മീ സോൾ വാണ്ടർ സൈനിങ് ഓഫ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Until then, tata.